നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ അനുകൂല സാഹചര്യം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ടോ? പെട്രീഷ നാരായണനെ കുറിച്ച് അറിയാം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ജീവിതത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പെട്രീഷ 1980കളിൽ മറീന ബീച്ചിൽ ഒരു തട്ടുകടയിട്ടത്. ആദ്യ ദിനത്തിലെ ലാഭം 50 പൈസയായിരുന്നു. എങ്കിലും ഈ തട്ടുകട തുടർന്നു കൊണ്ടുപോകാൻ തന്നെ പെട്രീഷ തീരുമാനിച്ചു. രുചി കൂട്ടിയും വില കുറച്ചും അവർ കച്ചവടം തുടർന്നു. പതിയെ പതിയെ അവരുടെ ചെറിയ കട തേടി ആളുകളെത്തി. പിന്നീട് ദിവസ വരുമാനം 600ഉം 700ഉം രൂപയൊക്കെയായി മാറി. ആയിടയ്ക്കാണ് സ്ലം ക്ലിയറൻസ് ബോർഡിന്റെ ക്യാൻറ്റീൻ നടത്തിപ്പ് പെട്രീഷയെ തേടിയെത്തിയത്. ഇതവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. അപ്പോഴും പുലർച്ചെ 5 മണിക്ക് ഇഡ്ലിയും പലഹാരങ്ങളുമായി പെട്രീഷ മെറീന ബീച്ചിലെത്തുമായിരുന്നു. ക്യാൻറ്റീൻ നടത്തിപ്പ് ഒരു വിജയമായതോടെ കൂടുതൽ ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും പെട്രീഷയെ തേടിയെത്തി. പിന്നീട് സംഗീത റെസ്റ്റോറന്റിൽ ഗ്രൂപ്പ് പാർട്ട്ണർഷിപ്പിൽ കച്ചവടം നടത്തി. ഈ അനുഭവം സ്വന്തമായൊരു റെസ്റ്റോറന്റ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള ധൈര്യം പെട്രീഷയ്ക്ക് നൽകി. അങ്ങനെ സന്ദീപ റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ സാരഥിയായി പെട്രീഷ നാരായണൻ മാറി. ഇന്ന് സന്ദീപ ചെയിൻ ഓഫ് റെസ്റ്റോറന്റിൽ 300-ലധികം പേർ ജോലി ചെയ്യുന്നു. ദിവസം 50 പൈസ ലാഭത്തിൽ നിന്നും ലക്ഷങ്ങളിലെ വിറ്റുവരവുള്ള ഒരു വുമൺ എന്റർപ്രണർ എന്നതിലേക്കുള്ള പെട്രീഷ നാരായണന്റെ വളർച്ച കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. അനുകൂല സാഹചര്യം വരും വരെ കാത്തിരിക്കേണ്ട, സാഹചര്യങ്ങളെ തന്നെ അനുകൂലമാക്കുക. അത് സാധ്യമാക്കുന്നത് കഠിനാധ്വാനമാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.